നമസ്കാരം, ദിസ് ഈസ് നിഷ്നാഥ് ഫ്രം വിർച്വൽ കമ്പാനിയൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള റിവ്യൂ ആണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമയെ കുറിച്ച് പറയുമ്പം മണിരത്നത്തിൻ്റെ സിനിമ എന്ന് പറയുന്നതിനേക്കാളും കമലഹാസൻ മണിരത്നത്തിന്റെ കോംബോയിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഹൈപ്പുള്ള ഒരു മൊമെന്റ് ആണ്. തന്നെയല്ല, ഇതിനെ കൂടി എ.ആർ. റഹ്മാൻ മ്യൂസിക്കും കൂടെ ആകുമ്പം നമുക്കൊരു ലെജൻഡറി കോംബോ ആണല്ലോ. സോ എന്തായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഈ സിനിമ കാണുന്നത്. സോ സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങളിലോട്ട് കിടക്കാം. ലാസ്റ്റ് കമലഹാസൻ മണിരത്നം ഇവർ രണ്ടുപേരുടെ കോംബോയിൽ വന്ന സിനിമ നായകനാണ്. അതൊരു കൾട്ട് ക്ലാസിക് മൂവിയാണ്. അതിനെക്കുറിച്ച് ആ സിനിമ കണ്ടവർക്കറിയാം. ദെൻ ഇപ്പോൾ ഉള്ള ഒരുപാട് പേർക്ക് ആ സിനിമ കാണാത്തവരും കാണും. ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് പണ്ട് കണ്ടതാണ്, പക്ഷേ റീസെൻറ്റ് ടൈമിൽ ഞാൻ ഒന്നും കൂടെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. കാരണം എത്ര തവണ വേണേലും കാണാനുള്ള ഒരു സ്റ്റഫുള്ള ഒരു സിനിമയാണ് നായകൻ. അപ്പോൾ ഏകദേശം ആ ഒരു കോംബോയിൽ വരുന്ന സിനിമയാണ്. പിന്നെ ഈ തഗ് ലൈഫ് സിനിമയുടെ ട്രെയിലറൊക്കെ വന്നപ്പം ശക്തിവേൽ നായക്കർ എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ ആ നായകന്റെ ഒരു പ്ലോട്ട് പോലെ തന്നെ തോന്നുകയും ചെയ്തായിരുന്നു. അപ്പം ആ സിനിമയുടെ കണ്ടിന്യൂറ്റി ആണോ അതോ വേറെ കഥയാണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ഈ സിനിമ കാണുന്നത്. ആദ്യമായിട്ട് ഈ സിനിമയുടെ സ്റ്റോറി പ്ലോട്ട് നോക്കുകയാണെങ്കിൽ 1994 നടക്കുന്ന ഒരു കഥയായിട്ടാണ് ആദ്യത്തെ ഒരു പോർഷൻ കാണിക്കുന്നത്. ആ ഒരു പോർഷനിൽ കമലഹാസൻ ഒരു ഗ്യാങ്സ്റ്ററാണ്. അപ്പോൾ അവരുടെ ഒരു ഗ്യാങ് വാറിൻ്റെ ഇടയ്ക്ക് മരിച്ചുപോയ ഒരാൾ. അപ്പം പുള്ളിയുടെ മോനെ കമലഹാസൻ എടുത്ത് വളർത്തുകയാണ്. അപ്പം പുള്ളി എടുത്ത് വളർത്തുമ്പം ആ ചെറുക്കൻ വളർന്നു വന്നു കഴിയുമ്പം ഈ പുള്ളിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ, ഓപ്പണായിട്ട് പറഞ്ഞാൽ, ഈ എടുത്ത് പറയാൻ മാത്രം ഒരു കഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്. കാരണം സീൻ ബൈ സീൻ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത സീൻ എന്നാണെന്ന് ആർക്ക് വേണമെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേയും കൂടിയാണ്. പിന്നെ ഈ സ്റ്റോറി പ്ലോട്ടും നമ്മൾ കണ്ടു വന്ന ഒരു 100 സിനിമകളുടെ സെയിം സ്റ്റോറി തന്നെയാണ്. അതിനകത്ത് എടുത്തു പറയാൻ മാത്രമുള്ള കഥയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല. ഞാൻ പറഞ്ഞ പോലെ സീൻ ബൈ സീൻ പ്രിഡിക്റ്റബിൾ ആണെങ്കിൽ പോലും കമലഹാസൻ ആ സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെ, പിന്നെ എടുത്തു പറയാൻ കമലഹാസനെ മാത്രമേ ഞാൻ പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള ഒരാളെ ഞാൻ പറയാൻ വിട്ടുപോയി, STR. കാരണം കമലഹാസന്റെ ഒപ്പത്തിനൊപ്പം പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ആ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കാരണം കമലഹാസനെ പോലെയുള്ള ഒരാളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം കിട്ടിയ അവസരം എങ്ങനെ മുതലാക്കണം എന്നുള്ളത് ഈ സിനിമ കണ്ടാൽ STR അത് എങ്ങനെ മുതലാക്കിയിട്ടുണ്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം ആ ഒരു രീതിയിലുള്ള നല്ല പെർഫോമൻസ് ആണ്. അത് ഒരുപാട് സീൻസുകളുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് ആവട്ടെ, കമലഹാസനോടുള്ള ഒരു 2-3 സീൻസ് ഉണ്ട്, സംസാരിക്കുന്ന ഒരു സീനുകളുണ്ട്. പിന്നെ അതേപോലെ കമലഹാസനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നാസർ, ജോർജ് ജോർജ്, ഐശ്വര്യ ലക്ഷ്മിക്കൊക്കെ ഒരു ചെറിയൊരു റോളേ ഉള്ളൂ. ചുമ്മാ വന്നു പോകുന്ന ഒരു ക്യാരക്ടറേ ഉള്ളൂ. എന്നാലും അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇനിയുണ്ട്. എടുത്തു പറയാൻ എനിക്ക് തോന്നിയ ഈ കുറച്ച് ആൾക്കാരാണ്. അവരുടെ പെർഫോമൻസ് എല്ലാം അടിപൊളിയായി. സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ നോക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നിയ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിനകത്ത് ഓരോരോ ക്യാരക്ടറുകളുടെ അഭിനയമാണ്. അതിന് മെയിനായിട്ട് പറയാനുള്ള കമലഹാസൻ കഴിഞ്ഞാൽ STR കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഐശ്വര്യ ലക്ഷ്മി, ജോർജ് ജോർജിനൊക്കെ ഒരുപാട് ഹീറോസും ചെയ്യാനുള്ള സീൻസ് ഉണ്ട്. അത് പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അഭിരാമി, നാസർ, ഇവരുടെ എല്ലാ അശോക് സെൽവനും കുറച്ച് സീൻസുകളേ ഉള്ളൂ. എന്നാലും അവരൊക്കെ വരുന്ന സീൻസുകൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയാണ്. വിഷ്വൽസ് ഒക്കെ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഈ സിനിമയിലുണ്ട്. എടുത്തു പറയാനുള്ളത് സിനിമയുടെ ആദ്യത്തെ ഒരു ഭാഗമൊക്കെ കമലഹാസന്റെ DAGing ചെയ്തിട്ടുള്ള കുറച്ച് പോർഷൻസേ ഉള്ളൂ. എന്നാലും അത് അത്രയ്ക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് DAGingനെ കുറിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു നല്ല DAGing ടെക്നോളജി പ്രൂവ് ചെയ്ത ഒരു സിനിമയാണ് തഗ് ലൈഫ്. സോ രവികെ ചന്ദ്രന്റെ ആ സിനിമാറ്റോഗ്രാഫി ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ്. അടുത്ത പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് A.R. റഹ്മാൻ. സോങ്സ് 1-2 സോങ്സ് ഈ സിനിമയിലുള്ളൂ. പക്ഷേ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയുടെ വേറെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നത് A.R. റഹ്മാന്റെ മ്യൂസിക്കാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു കോംബോയിൽ A.R. റഹ്മാന്റെ ഒരു ഇൻപുട്ട് എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ നെഗറ്റീവ് വശങ്ങൾ പറയാൻ പോയാൽ ഒരുപാട് അങ്ങ് പറയണം. പക്ഷേ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഒന്നാമത്തെ നെഗറ്റീവ് സിനിമയുടെ സ്റ്റോറി പ്ലോട്ട്. ഒന്നും ഇല്ലാത്ത ഒരു കഥയാണ്. ഒന്നും ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട് ശീലിച്ച ഒരു കഥയാണെന്നല്ലാതെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു സംഭവം ഈ സിനിമയിലില്ല. അതേപോലെ അടുത്ത നെഗറ്റീവായിട്ട് പറഞ്ഞുള്ള സ്ക്രീൻ പ്ലേ. ഒന്നാമത് കഥ ശരിയല്ല. രണ്ടാമത് സ്ക്രീൻ പ്ലേയിൽ, കാരണം നമ്മൾ പലതവണ പറയാറുണ്ട്, കഥ ശരിയല്ലെങ്കിലും സ്ക്രീൻ പ്ലേ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ
ഉറപ്പായിട്ട് ആ സിനിമ കണ്ടിരിക്കാൻ പറ്റും, വിജയിക്കുകയും ചെയ്യും. പക്ഷേ കഥയും ശരിയല്ല. കഥ ശരിയല്ലെന്നല്ല, ഈ സിനിമയുടെ കഥ എഴുതിയേക്കുന്നത്, ഇതിന്റെ റൈറ്റിങ്ങും സ്റ്റോറിയും കമലഹാസനാണ്. ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് മണിരത്നമാണ്. അല്ലാതെ മണിരത്നത്തിന്റെ തന്നെ കഥയോ സ്ക്രീൻ പ്ലേയോ റൈറ്റിങ്ങോ ഒന്നുമല്ല. ഇതിന്റെ റൈറ്റിംഗ് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഡയറക്ടർ മാത്രം മണിരത്നം. ഇതിന്റെ കഥയിലും സ്ക്രീൻ പ്ലേയിലും റൈറ്റിങ്ങിലും കമലഹാസന്റെ ഇൻപുട്ട് ഉണ്ടെന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കാണുന്നവർക്ക് ഉറപ്പായിട്ട് മനസ്സിലാകും. കാരണം കമലഹാസന്റെ ഒരു സിനിമയുടെ ഒരു രീതി എന്നുള്ളത് ഒരുപാട് സീക്വൻസിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ മണിരത്നത്തിന്റെ ചില ക്ലാസിക്കൽ ഷോട്ടുകളുണ്ട്. ഇപ്പൊ ഇന്റീരിയറിലുള്ള ഷോട്ടുകളായിരിക്കട്ടെ, ഈ പ്രാവുകൾ പറക്കുന്നതായിരിക്കട്ടെ, അങ്ങനെ ഒരുപാട് ഷോട്ടുകൾ, മണിരത്നത്തിന്റെ സിഗ്നേച്ചർ ഷോട്ടുകൾ നമ്മൾ പറയുന്ന ഒരുപാട് ഷോട്ടുകൾ ഈ സിനിമയിലുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ടത് കഥയും സ്ക്രീൻ പ്ലേയും ആണ്. അത് രണ്ടും തന്നെ ഈ സിനിമയിൽ ഏറ്റവും വലിയ നെഗറ്റീവാണ്. പിന്നെ പ്രിഡിക്റ്റബിലിറ്റി. കാരണം സീൻ ബൈ സീൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോ സീനും അടുത്ത് ഇതാണ് വരാൻ പോകുന്നത്. കാരണം നമ്മൾ സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ക്ലൈമാക്സ് ഇതാണ്, ഈ സിനിമ പോകുന്ന പോക്ക് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും പിന്നെ ഈ ഫസ്റ്റ് ഹാഫ് ഒരു രീതിയിൽ അങ്ങ് കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയാൽ സെക്കൻഡ് ഹാഫിൽ ഒന്നും തന്നെ ഇല്ല സിനിമയിൽ. നമ്മൾ ഒരുമാതിരി നമുക്ക് ചില സംസാരങ്ങൾ, 4 പേരൊന്ന് സംസാരിക്കുന്നു, ഈ വലിയ ആൾക്കാരൊക്കെ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പം നമ്മൾ ബുദ്ധിമുട്ടിച്ചിരുന്ന് കേൾക്കുന്ന ഒരു സിറ്റുവേഷനില്ലേ, അവര് എന്നാൽ കുഴപ്പമില്ല പിന്നെ കേൾക്കാം എന്ന് വിചാരിച്ചാൽ പോലും കേക്ക് എന്ന് പറഞ്ഞ് പറയിപ്പിക്കുന്ന ഒരു സംഭവമില്ലേ, ആ ഒരു രീതിയിലാണ് സെക്കൻഡ് ഹാഫ് അങ്ങ് ട്രാവൽ ആകുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ഒരു രീതിയിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഒരു സിനിമയെ സംബന്ധിച്ച് ഫസ്റ്റ് ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ഈ സിനിമയിലുള്ള ക്യാരക്ടർ എന്താണ്, ഈ സിനിമയുടെ സ്റ്റോറി പ്ലോട്ട് പിന്നെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ക്യാരക്ടറുകളുണ്ട്, അവരുടെ റോൾ എന്താണെന്നുള്ളത് ഫസ്റ്റ് ഒരു 20 മിനിറ്റ്സിനുള്ളിൽ സെറ്റ് ഔട്ട് ചെയ്താൽ മാത്രമേ അടുത്തുള്ള സീൻ ബൈ സീൻ നമുക്ക് ആ ഒരു എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് തീരുന്നത് വരെ ഓരോ ക്യാരക്ടറുകൾ കാണിച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് തീരുന്നു. ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ആകാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ വേറെ ഒന്നുമില്ല സിനിമയിൽ. ഫസ്റ്റ് ഹാഫിൽ എന്താണ് തീർന്നത് അതിന്റെ പ്രതികാരമാണ് സെക്കൻഡ് ഹാഫ് ഉള്ളൂ. ആ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഇരുന്ന് കാണാനുള്ള ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒട്ടും തന്നെ ഈ സിനിമയിലില്ല. പിന്നെ ഈ സിനിമ എന്തിനു കാണണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളത് കൊണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളിലുള്ള കഥയായതുകൊണ്ട് നമ്മൾ ഒത്തിരി സിനിമകളൊന്നും കാണാത്ത ഒരാളാണെങ്കിൽ ഒരു തവണ പോയി കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫാനിനെ സംബന്ധിച്ച് ജസ്റ്റ് ആവറേജ് വാച്ചാണ് ഈ സിനിമ. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തായിരുന്നു, പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ഈ സിനിമയിൽ. പിന്നെ അഡൽട്ട് കണ്ടന്റ്സിനെ സംബന്ധിച്ച് ഈ സിനിമയിൽ സെക്ഷുവലായിട്ടൊന്നും ഇല്ല. ഒരു ലിപ് ലോക്ക് സീനുണ്ട്, പിന്നെ ഒരുപാട് ബ്ലഡ് കാണിക്കുന്ന ഒരുപാട് സീൻസുകളുണ്ട്. 16+ ആണ് ഈ സിനിമ. അങ്ങനെയുള്ളവർ മാത്രം പോയി കാണുക, അല്ലാത്തവർക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണുക. നമ്മൾ ജസ്റ്റ് പറയുകയാണ്. സോ ഈ സിനിമയ്ക്ക് വിർച്വൽ കമാൻഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് 4/5 ആണ്. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത ഒരു സിനിമ ഇങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകുമ്പം, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ 2 കാണുമ്പോൾ പോലും എനിക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. കാരണം നമ്മൾ ഇന്ത്യൻ 2 കാണുമ്പം അതിന് മുമ്പ് വന്ന ഇന്ത്യനെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷനോട് കൂടി പോയതും, പിന്നെ ആ ഒരു കഥയുടെ ഒരു സെറ്റൗട്ട് നമുക്കറിയാലോ ഈ ഒരു രീതിയിലാണെന്നുള്ള ഒരു പ്രിഡിക്റ്റബിലിറ്റികളും ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് അങ്ങനെയല്ലായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ കയറി ചെല്ലുമ്പം അതിനകത്ത് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. സോ എനിക്ക് ഇന്ത്യൻ 2വിനേക്കാളും ഇച്ചിരി ആ ഒരു രീതിയിൽ തോന്നിയത് ഈ സിനിമയാണ്. ഇതിനും ഇച്ചിരി പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നി ഇന്ത്യൻ 2. സോ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ ഫ്രം നിഷാന്ത്. താങ്ക് യു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കാര്യം. കാരണം ഞാൻ ഇത്ര നേരം പറഞ്ഞത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടേക്കാം, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം സിനിമ ഒരുപാട് കമൻറ്റ് വായിച്ചിട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ഫ്രം നിഷാന്ത്. താങ്ക് യു.